Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് ബേസിക് സയൻസ് പഠിച്ചാലോ? കഴിഞ്ഞ ബേസിക് സയൻസ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ സയൻസ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഇമ്പാക്ട് ഓഫ് ഫുഡ് വേസ്റ്റേജ്. എന്തായിരുന്നു? എന്തൊക്കെ ഇമ്പാക്ട് ആയിരുന്നു ഫുഡ് വേസ്റ്റേജ് കൊണ്ടുണ്ടാവുന്നത്? വാട്ടറിൽ ഉണ്ടാവുന്നുണ്ട് ലോസ് ഓഫ് മാൻ പവർ, global warming, electricity, deforestation, biodiversity. ഇതിലൊക്കെ എന്തുണ്ടാവുന്നു? ഫുഡ് വേസ്റ്റേജ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? നമുക്ക് ഇന്ന് അടുത്തൊരു പാർട്ട് പഠിക്കാം. വാട്ട് ക്യാൻ വി ഡു ടു അവോയ്ഡ് ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റേജ്? എന്താണ്? ഭക്ഷണം നഷ്ടപ്പെടുന്നതും അതുപോലെ വേസ്റ്റ് ആകുന്നതും ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? What can we do to avoid food loss and wastage? ഭക്ഷണം നഷ്ടമാകുന്നതും പാഴാകുന്നതും ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. We have seen that food gets wasted at all the level of food supply chain. We have also seen that food wastage is very serious concern. So let us discuss that how we can control food wastage. We have seen that food gets wasted at all the level of food supply chain. We have also seen that food wastage is a very serious concern. So let us discuss that how we can control food wastage. We have seen that food gets wasted all the level of food supply chain. ഫുഡ് സപ്ലൈ ചെയിന്റെ ഭക്ഷ്യ വിതരണ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് സപ്ലൈ ചെയിന്റെ ഓരോ ഘട്ടത്തിലും എന്താവുന്നു? ഫുഡ് വേസ്റ്റ് ആവുന്നുണ്ട്. ഫുഡ് സപ്ലൈ ചെയിന്റെ ഓരോ ഘട്ടത്തിലും ഫുഡ് വേസ്റ്റ് ആകുന്നു. We have also seen that food wastage is a very serious concern. We have also seen that food wastage is a very serious concern. നമ്മൾ കണ്ടായിരുന്നു ഫുഡ് സപ്ലൈ ചെയിന്റെ ഓരോ ഘട്ടത്തിലും എന്തുണ്ടാവുന്നു? ഫുഡ് വേസ്റ്റ് ആവുന്നു. ഈ ഫുഡ് വേസ്റ്റേജ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. സോ ലെറ്റ് us discuss that how we can control food wastage. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുഡ് വേസ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് വേസ്റ്റേജ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ചർച്ച ചെയ്യാം. From government to consumer, everyone needed to take a step. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റേജ് കൺട്രോൾ ചെയ്യാൻ, ഭക്ഷണം പാഴാകുന്നത് കൺട്രോൾ ചെയ്യാൻ എന്താണ്? ഗവൺമെന്റ് തൊട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, ഗവൺമെന്റ് തൊട്ട് ഉപഭോക്താക്കൾ വരെ ഓരോ നടപടികളും എടുക്കണം. അപ്പോൾ ഫുഡ് വേസ്റ്റേജ് കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് തൊട്ട് കൺസ്യൂമർ വരെ, അതായത് ഉപഭോക്താക്കൾ വരെ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ഗവൺമെന്റ്. ഇനി ഗവൺമെന്റിന്റെ നടപടി എന്തായിരിക്കുമെന്ന് നമുക്ക് പഠിക്കാം. ഗവൺമെന്റ് എന്താണ്? ഗവൺമെന്റ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ആൻഡ് ചീപ്പ് ടെക്നോളജി ടു പുവർ ഫാമേഴ്സ്. Proper storage solution to crop, fruits, vegetables and other eatable will reduce food wastage. Government can provide modern and cheap technology to poor farmers. പാവപ്പെട്ട കർഷകർക്ക് ആധുനികവും അതുപോലെ വില കുറഞ്ഞതുമായിട്ടുള്ള എന്ത് നൽകണം? മോഡേൺ ടെക്നോളജീസ് നൽകണം. എന്താണ്? ഗവൺമെന്റ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ആൻഡ് ചീപ്പ് ടെക്നോളജി ടു പുവർ ഫാമേഴ്സ്. എന്താണ്? പാവപ്പെട്ട കർഷകർക്ക് എന്ത് വേണം? വളരെ കുറഞ്ഞ ചെലവിലും അതുപോലെ ആധുനികവുമായിട്ടുള്ള ടെക്നോളജി ഗവൺമെന്റ് നൽകണം. Proper storage solution to crops, fruits, vegetables and other eatable will reduce food wastage. വിളകൾ, ക്രോപ്സ്, വിളകളുടെ, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങളുടെ, വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ പച്ചക്കറികൾ, ഫ്രൂട്ട്സിന്റെയും അതുപോലെ ക്രോപ്സിന്റെയും വെജിറ്റബിൾസിന്റെയും അതുപോലെ മറ്റ് ഭക്ഷ്യ വിഭവങ്ങളുടെ ഒക്കെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് എന്താണ്? സ്റ്റോറേജ് സൊല്യൂഷൻ എന്ത് കുറയ്ക്കുന്നു? ഫുഡ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുന്നു, ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കുന്നു. Proper storage solution to crops, fruits, vegetable and other eatable will reduce food wastage. എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ശരിയായിട്ടുള്ള രീതിയിൽ, അതായത് വിളകള്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മറ്റ് ഭക്ഷ്യ വിഭവം ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോറേജ് ചെയ്താൽ ശരിയായ രീതിയിൽ ശേഖരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും?
ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. ഭക്ഷണം പാഴാകുന്നത് കുറയ്ക്കാൻ പറ്റും. എന്താണ്? വിളകളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫുഡ് വേസ്റ്റേജ് കുറയും. അടുത്ത എന്താണ്? ഫാമേഴ്സ്. Proper training of farmers that include maximum yield, use of technology and the understanding of the market to sell what they have produced are the steps if taken that can cut down food wastage. Farmers. Proper training of farmers that includes maximum yield, use of technology and the understanding of the market to sell what they have produced are the steps if taken that can cut down food wastage. Proper training of farmers that include maximum yield, use of technology and the understanding of market to sell what they have produced are the steps if taken that can cut down food wastage. എന്താണ്? ഫാമേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? കൃഷിക്കാരില്ലേ, കർഷകരെയാണ് ഇന്ന് പറയുക ഫാർമർ എന്ന് പറയുന്നത്. ഈ ഫാമർ കർഷകർക്ക് പ്രോപ്പർ ട്രെയിനിങ്, ശരിയായ രീതിയിൽ ട്രെയിനിങ് നൽകി കഴിഞ്ഞാൽ മാക്സിമം ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് ശരിയായ രീതിയിൽ പ്രോപ്പർ ട്രെയിനിങ് നൽകുക. എന്തിനൊക്കെ ട്രെയിനിങ് നൽകണം? ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം, സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത്, എന്താണ് മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള, വിപണിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ ഉത്പാദിപ്പിക്കണം, അതുപോലെ ടെക്നോളജിയുടെ ശരിയായ ഉപയോഗം എന്നിവയെ കുറിച്ചൊക്കെ ഫാമേഴ്സിന്, കർഷകർക്ക് ശരിയായിട്ടുള്ള ട്രെയിനിങ് നൽകിയാൽ എന്ത് സംഭവിക്കും? ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. Farmers. എന്താണ്? Proper training of farmers that include maximum yield, use of technology and understanding of the market to sell what they have produced are the steps if taken that can cut down food wastage. എന്താണ്? ഒരുപാട് കർഷകർ എന്ന് വെച്ചാൽ മാക്സിമം കൃഷിയിടത്ത് ചെന്നിട്ട് സാധനങ്ങൾക്ക് ഉത്പാദിപ്പിക്കുന്ന വിഭാഗമാണ് ഇന്ന് പറയുന്നത് കർഷകർ എന്ന് പറയുന്നത്. ഇങ്ങനെ പരമാവധി ഉത്പാദനം നടത്തുന്ന കർഷകർക്ക് ശരിയായ രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും, അതുപോലെ വിപണിക്ക് എന്താണ്, മാർക്കറ്റിന് എന്താണ് ആവശ്യം, എന്താണ് മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള ആ വസ്തു അത് ഉത്പാദിപ്പിക്കുന്നതിനും എന്ത് നൽകണം? ഒരു ധാരണ നൽകണം. എന്നിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് നൽകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫുഡ് വേസ്റ്റേജ് കുറയും. പ്രോപ്പർ ട്രെയിനിങ് ഓഫ് ഫാമേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ് maximum yield, use of technology and understanding of the market to sell what they have produced are the steps if taken that can cut down food wastage. കർഷകർക്ക് എങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം, അതുപോലെ വിപണിക്ക് എന്താണ് ആവശ്യം, മാർക്കറ്റിന് എന്താണ് ആവശ്യം, അതിനനുസരിച്ച് ഉത്പാദനം നടത്താൻ കർഷകർക്ക് ഒരു ധാരണ നൽകുക. ഇങ്ങനെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കർഷകർക്ക് നൽകിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. റീറ്റെയിലേഴ്സ് ഓർ സൂപ്പർ മാർക്കറ്റ്. ചെറുകിട കർഷകർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്. Retailers and supermarkets have a business practice that lead to food wastage. Few of these listed before. Retailers or supermarkets. Retailers and supermarkets have a business practice that lead to food wastage. Few of the listed below. എന്താണ്? ചെറുകിട കർഷകരായാലും അതുപോലെ സൂപ്പർ മാർക്കറ്റുകാരായാലും എന്ത് നടത്തുന്നത്? അവരുടെ ആ ബിസിനസ് പ്രാക്ടീസ് ഒക്കെ എന്തിന് കാരണമാകുന്നു? ഫുഡ് വേസ്റ്റേജിന് കാരണമാകുന്നു. ചെറുകിട കർഷകരായാലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാരായാലും ബിസിനസ് പ്രാക്ടീസ്, അവരുടെ ബിസിനസ് പ്രാക്ടീസ് ഒക്കെ ഫുഡ് വേസ്റ്റേജിന് കാരണമാകുന്നു. അതെന്തൊക്കെയാണ് നമുക്കിനി നോക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ, അബാൻഡൻസ്. എന്താണ്? Have you ever noticed shelves of the supermarket are always full? Supermarkets do this to give the feeling of richness and choice of their customers. When products are not sold and reach their expiry date, all are sold. Then, have you ever noticed shelves of the supermarket are always full? നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടോ? എല്ലാവരും എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? Have you ever noticed shelves of the supermarket are always full?
നിങ്ങൾ എപ്പോഴെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സൂപ്പർ മാർക്കറ്റിലെ ഓരോ ഷെൽഫ്സും എങ്ങനെയാണ് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കില്ലേ? ഏതെങ്കിലും ഷെൽഫ് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ട് നിറയാതിരിക്കോ? ഇല്ല. സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ഷെൽഫിലും സാധനങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കും. ഒരു ഷെൽഫ് പോലും ഇങ്ങനെ ഒഴിഞ്ഞിട്ടേക്കത്തില്ല. Supermarkets do this to give the feeling of richness and the choice of their customers. Supermarkets do this to give the feeling of richness and the choice of their customers. സൂപ്പർ മാർക്കറ്റ് എന്തിനാണ് ഇങ്ങനെ ഒരു ഷെൽഫ് പോലും ഒഴിഞ്ഞിടാതെ എല്ലാ ഷെൽഫിലും സാധനങ്ങൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നത്? എന്തിനായിരിക്കും? Supermarkets do this to give the feeling of richness and the choice of their customers. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകാര് എല്ലാ ഷെൽഫിലും ഇങ്ങനെ സാധനങ്ങൾ നിറച്ചു വെക്കാൻ കാരണം എന്താണ്? ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു സാധനങ്ങൾ ഒരു റിച്ച്നെസ് തോന്നാനും അതുപോലെ തന്നെ ഉപഭോക്താവിന് കൺസ്യൂമറിന് എന്ത് ചെയ്യാൻ, കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സിന് വേണ്ടിയാണ് ഇങ്ങനെ ഷെൽഫ് നിറയെ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത്. When products are not sold and reach their expiry date, all are thrown. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിന്റെ ഷെൽഫില് ഇങ്ങനെ സാധനങ്ങൾ കുറെ ഇങ്ങനെ വെക്കുമ്പോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വിറ്റ് പോകുമോ? ഇല്ല. വിൽക്കാത്ത സാധനങ്ങൾ ഉണ്ടാവൂലേ? ആ സാധനങ്ങളൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോ എന്ത് പറ്റും? സൂപ്പർ മാർക്കറ്റുകാർ അതിൽ കളയും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവുകയാണല്ലേ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഫുഡ് എടുത്ത് കളയുമ്പോൾ എന്ത് സംഭവിക്കും? ആ സാധനങ്ങൾ എടുത്ത് കളയുമ്പോൾ ഫുഡ് വേസ്റ്റേജ് അവിടെ ഉണ്ടാവുന്നു. സെക്കൻഡ് നോക്കിക്കേ, പുവർ ഡെലിവറീസ്, മോശമായ ഡെലിവറി. Due to improper packaging, overloaded truck with fruits and vegetables spoil its freshness and so they are discarded by supermarkets. Proper transportation and packaging should be practiced. Poor deliveries. Due to improper packaging, overloaded trucks with fruits and vegetables spoil its freshness and so they are discarded by the supermarkets. Proper transportation and packaging should be practiced. ഇംപ്രോപ്പർ ആയിട്ടുള്ള പാക്കേജിംഗ് എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ സാധനങ്ങൾ പാക്ക് ചെയ്യാത്തത്. അതുപോലെ ഓവർലോഡ് ആയിട്ട് ഇപ്പൊ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ഒക്കെ ആയാലും ഓവർലോഡ് ആയിട്ട് ഈ ട്രക്കിലൊക്കെ കൊണ്ടുവരുമ്പോ എന്ത് സംഭവിക്കും? ആ ഒരു ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് നഷ്ടമായി പോകും. ഈ സാധനങ്ങളൊക്കെ ഇംപ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ പാക്ക് ചെയ്യാത്തതും അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഓവർലോഡ് ആയിട്ട് ലോറിയിലും അതുപോലെ ട്രക്കിലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെ ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് നഷ്ടമായി പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ആൻഡ് സോ ദേ ആർ ഡിസ്കാർഡ് ബൈ ദി സൂപ്പർ മാർക്കറ്റ്. ഇങ്ങനെ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടമാകുമ്പോൾ സൂപ്പർ മാർക്കറ്റുകാര് അത് എന്ത് ചെയ്യും? അതങ്ങ് ഒഴിവാക്കും. അത് വേണ്ടെന്നും പറഞ്ഞിട്ട് കളയും. പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പാക്കേജിംഗ് ഷുഡ് ബി പ്രാക്ടീസ്ഡ്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനും അതുപോലെ പാക്കേജിങ്ങും ഉണ്ടാകണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റൂ. തേർഡ് നോക്കിയേ, ബോഗോഫ്. എന്താണ് ബോഗോഫ്? ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഓൾസോ കോസ് ഫുഡ് വേസ്റ്റ്. We end up wasting another free food item that we did not require but buy out of greed. So buy mindfully. BOGOF എന്താണ്? Buy one get one free offer also cause food waste. We end up wasting another free food item that we did not require but buy out of greed. So buy mindfully. എന്താണ്? ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു സാധനം ഫ്രീ കിട്ടും ഇല്ലേ? അത് ഇതിന് കാരണമാകുന്നു, ഫുഡ് വേസ്റ്റേജിന് കാരണമാകുന്നു. ഒരു സാധനം വാങ്ങുമ്പോൾ ഒന്നെടുക്കുമ്പോ ഒന്ന് ഫ്രീ. ആ ഒരു ടെക്നിക്ക് എന്താണ്? ഫുഡ് വേസ്റ്റേജിന് കാരണമാകുന്നു. വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ എന്തിന് കാരണമാകുന്നു? ഫുഡ് വേസ്റ്റേജിന് കാരണമാകുന്നു. We end up wasting another free food item that we did not require but buy out of greed. So buy mindfully. അപ്പം ഒരു സാധനം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ കിട്ടുവാണെന്ന് വിചാരിക്കുക, അത് ഫുഡ് വേസ്റ്റേജിന് കാരണമാകുന്നു. കാരണം എന്താണ്? നമുക്കിപ്പം ഒരു സാധനം മാത്രമായിരിക്കും ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഒന്നെടുക്കുമ്പോൾ ഒന്നും കൂടി ഫ്രീ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രീഡ് കാരണം, അത്യാർത്തി കാരണം പിന്നെ വാങ്ങിക്കൂട്ടും.
അപ്പൊ നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഫുഡ് എന്താണ്, വേസ്റ്റ് ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് സാധനങ്ങൾ മേടിക്കുമ്പോ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങണം. കൺസ്യൂമേഴ്സ് ഓർ ദി എൻഡ് യൂസേഴ്സ്, ഉപഭോക്താക്കൾ അല്ലെങ്കിൽ അന്തിമമായിട്ട് ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകൾ. As an end user, we can save a lot of food from getting wasted. Following are the some of the way. Consumers or the end users. As an end user, we can save a lot of food from getting wasted. Following are some of the ways. അപ്പം ഉപഭോക്താവിന് ഫുഡ് വേസ്റ്റ് ആക്കാതെ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പല മാർഗങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കേ, പ്രിപ്പയർ സ്മാൾ ആൻഡ് പ്രിപ്പയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്. പ്രിപ്പയർ സ്മാൾ ആൻഡ് പ്രിപ്പയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്. എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രമേ നമ്മൾ ഫുഡ് ഉണ്ടാക്കാവൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വളരെ കുറച്ച് മാത്രമേ ഫുഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ. സെക്കൻഡ് നോക്കിക്കേ, സെക്കൻഡ് വൺ, ലെഫ്റ്റ് ഓവർ ഫുഡ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ റെഫ്രിജറേറ്റർ. നമ്മൾ ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്ന ഭക്ഷണം എന്ത് ചെയ്യണം, നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ വീട്ടില് അമ്മമാര് ബാക്കി വരുന്ന ഫുഡൊക്കെ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കില്ലേ. അതായത് ലെഫ്റ്റ് ഓവർ ഫുഡ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ റെഫ്രിജറേറ്റർ. ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ എവിടെ വെക്കണം, റെഫ്രിജറേറ്ററിൽ കൊണ്ട് വെക്കണം. A small amount of food should be served at a time. ഒരു സമയം ചെറിയ അളവിൽ മാത്രമേ ഫുഡ് നൽകാവൂ. A small amount of food should be served at a time. ഒരു സമയം ചെറിയ അളവിൽ മാത്രമേ ഫുഡ് നൽകാൻ പാടുള്ളൂ. Buy with proper planning. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടല്ലോ, ശരിയായ ഒരു ആസൂത്രണത്തോട് കൂടി മാത്രമേ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പാടുള്ളൂ. സ്റ്റോർ ദാൽ, റൈസ്, ഷുഗർ ആൻഡ് സോ ഓൺ ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ് ഇൻ യുവർ കിച്ചൺ in an airtight container so that they don't catch insects. Store dal, rice, sugar and so on in a cool dry place in your kitchen in an airtight container so that they don't catch insects. എന്താണ്, നമ്മളിപ്പോ പരിപ്പായാലും അല്ലെങ്കിൽ അരി, പഞ്ചസാര തുടങ്ങിയ നമ്മുടെ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു തണുത്ത സ്ഥലത്തിടാതെ ഉണങ്ങിയ ഒരു പാത്രത്തിലിട്ട് വേണം നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ. അങ്ങനെ ഉണങ്ങിയ പാത്രത്തിലിട്ട് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, വായു കിടക്കാത്ത ഈ പാത്രത്തിൽ സൂക്ഷിച്ചാൽ അവയിൽ പ്രാണികളോ മറ്റോ ഒന്നും തന്നെ കടന്നു ചെല്ലത്തില്ല. റൈസ് അവയർനെസ് അബൌട്ട് ഫുഡ് വേസ്റ്റേജ്. ഫുഡ് വേസ്റ്റേജിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഫുഡ് വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. റേസ് അവയർനെസ് അബൌട്ട് ഫുഡ് വേസ്റ്റേജ്. ഫുഡ് വേസ്റ്റേജ്, ഭക്ഷണം പാഴാകുന്നതിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും, മാക്സിമം നമുക്ക് ഫുഡ് വേസ്റ്റേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കിയാലോ. പേജ് നമ്പർ 245. അതിൽ നമ്മൾ ആൻസർ ദ ഫോളോയിങ് കുറച്ച് ചെയ്തായിരുന്നല്ലോ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ചെയ്യാനുണ്ട് അല്ലേ. എന്താണ്, ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഫുഡ് വേസ്റ്റേജ്? ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഫുഡ് വേസ്റ്റേജ്? എങ്ങനെ ഫുഡ് വേസ്റ്റേജ് നമുക്ക് തടയാം, എങ്ങനെ ഭക്ഷണം പാഴാകുന്നത് തടയാം, എങ്ങനെ തടയാം? വി ക്യാൻ സ്റ്റോപ്പ് ഫുഡ് വേസ്റ്റേജ് ബൈ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫുഡ് വേസ്റ്റേജ് തടയാൻ പറ്റുന്നത്? പ്രിപ്പയർ സ്മാൾ ആൻഡ് പ്രിപ്പയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്. എന്താണ്, നമ്മള് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കാവൂ. ലെഫ്റ്റ് ഓവർ ഫുഡ് മസ്റ്റ് ബി സ്റ്റോർ ഇൻ ദ റെഫ്രിജറേറ്റർ. ബാക്കി വന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ റെഫ്രിജറേറ്ററിൽ കൊണ്ടുവച്ച് സൂക്ഷിക്കണം. A small amount of food should be served at a time. ഒരു സമയം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഫുഡ് കൊടുക്കാവൂ. അല്ലാതെ ഒരുപാട് ഫുഡ് ഇങ്ങനെ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എല്ലാം കൂടി കഴിക്കാൻ പറ്റുമോ? ഇല്ല. Buy with the proper planning.
നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എന്ത് വാങ്ങാൻ ശ്രമിച്ചാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടു കൂടി മാത്രമേ വാങ്ങാവൂ. പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ഫുഡ് ഐറ്റംസ് വാങ്ങാൻ പാടില്ല. Store dal, rice, sugar and so on in a cool, dry place in your kitchen in an airtight container so that they don't catch insects. ഇപ്പം ഷുഗർ ആയാലും അല്ലെങ്കിൽ പരിപ്പ്, അരി തുടങ്ങിയവയൊക്കെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വേണം സൂക്ഷിച്ചു വെക്കാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രാണികളും മറ്റൊന്നും അതിൽ കടക്കത്തില്ല. റൈസ് അവയർനെസ് അബൌട്ട് ഫുഡ് വേസ്റ്റേജ്. ഭക്ഷണം പാഴാകുന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റേജ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ടീച്ചർ അപ്പം ഈ ക്വസ്റ്റ്യന്റെ നോട്ട് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട് നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഒപ്പം ഇത് പഠിച്ചതിന്റെ വോയിസും ടീച്ചറിന് ഇട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് ജനറൽ നോളജ് പഠിക്കാം. ക്യാൻ യു ഗസ് ദം. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണെന്ത്? ക്യാൻ യു ഗസ് ദം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ക്യാൻ യു ഗസ് ദം. ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. കൊമ്പുള്ള ഒരു കടൽ സസ്തനിയാണ് എന്ത്? കൊമ്പുള്ള ഒരു കടൽ സസ്തനിയാണ് എന്ത്? ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. കൊമ്പുള്ള ഒരു കടൽ സസ്തനിയാണ് എന്തെന്ന് പറയുന്നത്? വാൽറസ് എന്ന് പറയുന്നത്. എന്താണ് വാൽറസ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. എന്താണ്? വാൽറസ്. കൊമ്പുള്ള ഒരു കടൽ സസ്തനിയാണ് എന്തെന്ന് പറയുന്നത്? വാൽറസ് എന്ന് പറയുന്നത്. വാൽറസ് എന്ന് പറയുന്നത് എന്താണ്? കൊമ്പുള്ള ഒരു കടൽ സസ്തനി. ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. കൊമ്പുള്ള ഒരു കടൽ സസ്തനിയാണ് എന്ന് പറയുന്നത് വാൽറസ് എന്ന് പറയുന്നത്. വാൽറസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. കൊമ്പുള്ള ഒരു കടൽ സസ്തനിയാണ് എന്ന് പറയുന്നത് വാൽറസ് എന്ന് പറയുന്നത്. എന്താണ്? വാൽറസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇറ്റ് ബ്രീത്hes through a blowhole on its head. It breathes through a blowhole on its head. It breathes through a blowhole on its head. എന്താണ്? തലയിൽ ഒരു ദ്വാരത്തിലൂടെ ശ്വസിക്കുന്നതാണ് എന്ന് പറയുന്നത് വെയിൽ എന്ന് പറയുന്നത്. എന്താണ്? വെയിൽ. It breathes through a blowhole on its head. തലയിൽ എന്താണ്? ഒരു ദ്വാരത്തിലൂടെ ശ്വസിക്കുന്നതാണ് എന്ത്? വെയില്. തലയിൽ ഒരു ദ്വാരത്തിലൂടെയാണ് എന്ത് ശ്വസിക്കുന്നത്? വെയില് ശ്വസിക്കുന്നത്. തേർഡ് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ലിവിംഗ് അനിമൽ. ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ലിവിംഗ് അനിമൽ. എന്താണ്? ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ലിവിംഗ് അനിമൽ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗം ഏതാണ്? ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ലിവിംഗ് അനിമൽ. ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള ഒരു മൃഗം ഏതാണ്? എല്ലാരും പറഞ്ഞേ. ജിറാഫ് ഇല്ലേ? എന്താണ്? ജിറാഫ്. എന്താണ്? ജിറാഫ്. ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ലിവിംഗ് അനിമൽ. ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള ഒരു മൃഗമാണ് എന്ന് പറയുന്നത് ജിറാഫ് എന്ന് പറയുന്നത്. എന്താണ്? ജിറാഫ്. ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. കൊമ്പുള്ള ഒരു കടൽ സസ്തനി ഏതാണ്? എല്ലാരും പറഞ്ഞേ. വാൽറസ്. ഇറ്റ് ഈസ് എ സീ മാമൽ വിത്ത് ടസ്കസ്. കൊമ്പുള്ള ഒരു കടൽ സസ്തനിയാണ് എന്ന് പറയുന്നത് വാൽറസ് എന്ന് പറയുന്നത്. എന്താണ് ആൻസർ? വാൽറസ്. It breathes through a blowhole on its head. It breathes through a blowhole on its head. It breathes through a blowhole on its head. എന്താണ്? തലയിൽ ഒരു ദ്വാരത്തിലൂടെ ശ്വസിക്കുന്നതാണ് എന്ത്? വെയിൽ. എന്താണ്? വെയിൽ. It is the tallest living animal. It is the tallest living animal. ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള ഒരു മൃഗമാണ് എന്ത്? ജിറാഫ്. എന്താണ്? ജിറാഫ്. ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള ഒരു മൃഗമാണ് എന്ത്? ജിറാഫ്. വണ്ടർഫുൾ പ്ലാന്റ്സ്.
ഇനി നമുക്ക് വണ്ടർഫുൾ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വണ്ടർഫുൾ പ്ലാന്റ്സ്. Which plant has the largest leaf? Which plant has the largest leaf? ഏത് ചെടിയിലാണ് ഏറ്റവും വലിയ ഇലയുള്ളത്? Which plant has the largest leaf? ഏറ്റവും വലിയ ഇലയുള്ള ചെടി ഏതാണ്? ഏതാണ്? വിക്ടോറിയ റിഗിയ. ഏതാണ്? വിക്ടോറിയ റിഗിയ. Which plant has the largest leaf? ഏറ്റവും വലിയ ഇലയുള്ള ഒരു പ്ലാന്റ് ഏതാണ്? വിക്ടോറിയ റിഗിയ. എന്താണ് ആൻസർ? വിക്ടോറിയ. എന്താണ്? വിച്ച് പ്ലാന്റ് ഹാസ് ദ ലാർജസ്റ്റ് ലീഫ്? ഏറ്റവും വലിയ ഇലയുള്ള ഒരു പ്ലാന്റ് ഏതാണ്? വിക്ടോറിയ റിഗിയ. എന്താണ് ആൻസർ? വിക്ടോറിയ റിഗിയ. എന്താണ്? വിച്ച് പ്ലാന്റ് ഹാസ് ദി ലാർജസ്റ്റ് ലീഫ്? ഏറ്റവും വലിയ ഇലയുള്ള പ്ലാന്റ് ഏതാണ്? ഏതാണ്? വിക്ടോറിയ റിഗിയ. എന്താണ് ആൻസർ? വിക്ടോറിയ റിഗിയ. എന്താണ്? വിക്ടോറിയ റിഗിയ. Which plant has the largest leaf? ഏറ്റവും വലിയ ഇലയുള്ള ഒരു പ്ലാന്റ് ഏതാണ്? വിക്ടോറിയ റിഗിയ. Which is the largest living tree on earth? Which is the largest living tree on earth? എന്താണ്? ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മരം ഏതാണ്? Which is the largest living tree on earth? ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു വൃക്ഷം ഏതാണ്? മരം ഏതാണ്? ജെയിന്റ് സ്ക്വയർ. എന്താണ്? ജെയിന്റ് സ്ക്വയർ. ജെയിന്റ് സ്ക്വയർ. എന്താണ്? Which is the largest living tree on earth? ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മരം ഏതാണ്? ഗെയിന്റ് സ്ക്വയർ. എന്താണ്? ഗെയിന്റ് സ്ക്വയർ. എന്താണ് മരത്തിന്റെ പേര്? ഗെയിന്റ് സ്ക്വയർ. എന്താണ്? ഗെയിന്റ് സ്ക്വയർ. Which is the largest living tree on earth? ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മരം ഏതാണ്? ഗെയിന്റ് സ്ക്വയർ. എന്താണ്? ഗെയിന്റ് സ്ക്വയർ. Which plants are called the third generation fuel? Which plants are called the third generation fuel? Which plants are called the third generation fuel? എന്താണ്? ഏത് സസ്യങ്ങളെയാണ് മൂന്നാം തലമുറയിലെ ഇന്ധനം എന്ന് വിളിക്കുന്നത്? ഏത് സസ്യത്തെയാണ് മൂന്നാം തലമുറയിൽപ്പെട്ട ഇന്ധനം എന്ന് ഫ്യൂവൽ എന്ന് വിളിക്കുന്നത്? Which plants are called the third generation fuel? ഏത് സസ്യത്തെയാണ് മൂന്നാം തലമുറയിൽ ഉൾപ്പെട്ട ഇന്ധനം അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്? ഏതാണ്? ആൽഗി. എന്താണ്? ആൽഗി. എന്താണ് ആൻസർ? ആൽഗി. എന്താണ്? ഏത് സസ്യത്തെയാണ് മൂന്നാം തലമുറയിൽപ്പെട്ട ഇന്ധനം എന്ന് വിളിക്കുന്ന സസ്യം ഏതാണ്? ആൽഗി. ഏതാണ്? ആൽഗി. ആൽഗയാണ് എന്ന് പറയുന്നത്. ആൽഗയാണ് എന്ത് പറയാ? Which plants are called the third generation of fuel? മൂന്നാം തലമുറയിൽ ഉൾപ്പെട്ട ഇന്ധനം എന്ന് വിളിക്കുന്ന സസ്യം ഏതാണ്? ആൽഗെ. ഏതാണ്? ആൽഗെ. നോക്കിക്കേ, ഫസ്റ്റ് തൊട്ട് നമുക്ക് ഒന്നുകൂടി പറയാം. It is a sea mammal with a tusk. It is a sea mammal with a tusk. എന്താണ് ആൻസർ? കൊമ്പുള്ള ഒരു കടസസ്തനിയാണ് ഇതെന്ന് പറയുന്നത്. വാൽറസ് എന്ന് പറയുന്നത്. കൊമ്പുള്ള ഒരു കടസസ്തനിയാണ് എന്ത്? വാൽറസ്. It is a sea mammal with a tusk. കൊമ്പുള്ള ഒരു കടസസ്തനിയാണ് എന്തെന്ന് പറയുന്നത്? വാൽറസ് എന്ന് പറയുന്നത്. It breathes through a blowhole on its head. എന്താണ്? തലയിൽ ഒരു ദ്വാരത്തിലൂടെ ശ്വസിക്കുന്നതാണ് എന്ന് പറയുന്നത് വെയിൽ എന്ന് പറയുന്നത്. It is the tallest living animal. ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗമാണ് എന്ത്? ജിറാഫ്. Which plant has the largest leaf? ഏറ്റവും വലിയ ഇലയുള്ള ഒരു സസ്യം ഏതാണ്? വിക്ടോറിയ റിഗിയ. ഏതാണ്? വിക്ടോറിയ റിഗിയ.
എന്താണ് വിച്ച് പ്ലാന്റ് ഹാസ് ദ ലാർജസ്റ്റ് ലീഫ്? ഏറ്റവും വലിയ ഇലയുള്ള ഒരു സസ്യമാണ് എന്തെന്ന് പറയുന്നത്? വിക്ടോറിയ റീജിയ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിംഗ് ട്രീ ഓൺ എർത്ത്? എന്താണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മരമാണ് ഏത്? ഗെയിൻഡ് സ്ക്വയർ. എന്താണ് ഗെയിൻഡ് സ്ക്വയർ. വിച്ച് പ്ലാന്റ് ആർ കാൾഡ് ദ തേർഡ് ജനറേഷൻ ഫ്യൂവൽ? മൂന്നാം തലമുറയിൽപ്പെട്ട ഇന്ധനം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ആൽഗെ. എന്താണ് ആൽഗെ? ഇറ്റ് ഈസ് എ സീ മാമ്മൽ വിത്ത് ടസ്ക്. കൊമ്പുള്ള ഒരു കടസസ്യനെയാണ് എന്ന് പറയുന്നത് വാൽറസ് എന്ന് പറയുന്നത്. ഇറ്റ് ബ്രീത്hes through a blowhole on its head. തലയിൽ എന്താണ് ഒരു ദ്വാരത്തിലൂടെ ശ്വസിക്കുന്നതാണ് എന്ന് പറയുന്നത് വെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ലിവിംഗ് അനിമൽ. എന്താണ് ഏറ്റവും ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഉയരമുള്ള അനിമൽ ഏതാണ്? ജിറാഫ്. വിച്ച് പ്ലാന്റ് ഹാസ് ദ ലാർജസ്റ്റ് ലീഫ്? ഏറ്റവും വലിയ ഇലയുള്ള ഒരു പ്ലാന്റ് ഏതാണ്? വിക്ടോറിയ റീജിയ. എന്താണ് വിക്ടോറിയ റീജിയ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിംഗ് ട്രീ ഓൺ എർത്ത്? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വൃക്ഷം ഏതാണ്? ഗെയിൻഡ് സ്ക്വയർ. എന്താണ് ഗെയിൻഡ് സ്ക്വയർ. വിച്ച് പ്ലാന്റ് ആർ കാൾഡ് ദ തേർഡ് ജനറേഷൻ ഫ്യൂവൽ? എന്താണ് മൂന്നാം തലമുറയിൽപ്പെട്ട ഇന്ധനം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ആൽഗെ. എന്താണ് ആൽഗെ. അപ്പം ഇന്ന് പഠിപ്പിച്ച GK എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും അപ്പൊ GKയുടെ നോട്ട് എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. കൂടാതെ ഈ GK പഠിച്ചത് എല്ലാവരും പഠിച്ചിട്ട് വോയിസ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അപ്പൊ നമുക്ക് എങ്കിലും കുറച്ച് മലയാളം പഠിച്ചാലോ? എല്ലാം റെഡിയല്ലേ? ടെക്സ്റ്റും നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാരും? ഓക്കെ. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 47 എടുത്തേ. അല്ല വേടന്മാർന്ന് കണ്ടോ? വേടന്മാർ. നമ്മൾ ഇന്നൊരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. വേടന്മാർ. എന്താ? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ കവിയുടെ കല്യാണ സൗഗന്ധികം എന്നുള്ള ആ ഒരു കൃതിയുടെ കുറച്ച് വരികളാണ് ഈ വേടന്മാർ എന്ന് പറയുന്ന കവിതയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും കാര്യങ്ങള് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയാൻ പറ്റുമോ? ടീച്ചർ പറയട്ടെ കുറച്ച് കാര്യങ്ങള്. അതായത് 18ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയായ കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൽ വിജ്ഞാതാവ് എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു. ഇല്ലേ? എന്താണ്? ഒരു 18ാം നൂറ്റാണ്ടിലെ വളരെ പ്രമുഖനായ ഒരു കവിയായിരുന്നു, മലയാള ഭാഷാ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ്? തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഈ കുഞ്ചൻ നമ്പ്യാരുടെ പല കൃതികളും എന്താണ്? അതൊരു തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ എഴുതിയ പല കൃതികളും തുള്ളൽ എന്ന ആ ഒരു കലാരൂപത്തിൽ കലാരൂപമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന അങ്ങനെ രീതിയിലുള്ള കുറച്ച് കൃതികളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ എന്താണ്? തുള്ളലായിട്ട് നമുക്കത് അവതരിപ്പിക്കാൻ കഴിയും. പഠിക്കാൻ തന്നെ ആ വരികള് പഠിക്കുന്നതിന് മുമ്പ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതില് കല്യാണ സൗഗന്ധികം എന്ന കൃതിയിലെ കുറച്ച് വരികളാണ് ടീച്ചർ പറഞ്ഞു. ഇപ്പൊ എന്താ ഈ കല്യാണ സൗഗന്ധികം എന്ന് ചോദിച്ചാൽ എന്താണ്? അതൊരു പുഷ്പമാണ്, ഒരു പൂവാണ് ഈ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞു. ആ ഒരു പേരിന്റെ അർത്ഥം തന്നെ എന്താ? അതിസുഗന്ധമുള്ള പുഷ്പം എന്നാണ് ഈ കല്യാണ സൗഗന്ധികം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? അതൊരു പൂവാണ്, വളരെ മനോഹരവും കാണാൻ മനോഹരവും നല്ല സുഗന്ധവും ഉള്ള ഒരു പൂവാണ് ഈ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടീച്ചർ തുടങ്ങാൻ നമുക്ക് നോക്കിക്കേ. നമ്മുടെ ആ ഒരു കഥാസന്ദർഭം ടീച്ചർ പറഞ്ഞുതരാം. അതായത് ഗന്ധമാദന പർവ്വതത്തില് നമ്മുടെ ഭീമനും അതുപോലെ തന്നെ പാഞ്ചാലിയും കൂടെ എന്താണ് ഇങ്ങനെ ഒരു സല്ലാപം, അതായത് അവരിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പാഞ്ചാലിക്ക് എന്താണ് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുഷ്പം കാറ്റിൽ പറന്ന്, ഒരു സൗഗന്ധിക പുഷ്പം കാറ്റിൽ പറന്ന് നമ്മുടെ പാഞ്ചാലിയുടെ കയ്യിൽ വന്ന് കിട്ടി. ഇപ്പൊ എന്താണ് ആ ഒരു പുഷ്പത്തിന്റെ സൗന്ദര്യവും ഭംഗിയും കണ്ടപ്പം പാഞ്ചാലിക്ക് എന്ത് തോന്നി? ഇനിയും എനിക്ക് ഇത്തരം പുഷ്പങ്ങൾ കിട്ടണം എന്നുള്ള ആ ഒരു
എന്താണ് ആഗ്രഹം കടന്നു വന്നു, എനിക്ക് ഇനി ഈ പുഷ്പം ഇത്രയും മനോഹരമായിട്ടുള്ള പുഷ്പം ഇനിയും കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിലേക്ക് ആ ഒരു പാഞ്ചാലിയുടെ മനസ്സ് മാറി. എനിക്ക് ഇനിയും ഈ പുഷ്പം വേണം. പാഞ്ചാലി എന്ത് ചെയ്യുന്നു? തന്റെ ഭർത്താവായ ഭീമനോട് ഈ കാര്യം പറയുന്നു. എനിക്ക് നല്ലൊരു പൂ കിട്ടി, ഒരു സൗഗന്ധിക പൂ കിട്ടി, ഇനി എനിക്ക് ഈ പൂ വേണം എന്ന തന്റെ ആവശ്യം തന്റെ ഭർത്താവായ ഭീമനോട് പറയുന്നു. അപ്പൊ തന്റെ പ്രേയസിയുടെ ആ ഒരു ഇംഗിതം അല്ലേ, തന്റെ ഭാര്യയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണമല്ലോ. അതിനായിട്ട് ഭീമസേനൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പോകുന്നു. അപ്പം കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ഭീമസേനൻ കാണുന്നു. ആ കാണുന്ന കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് വരികളാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ തന്നേക്കുന്നത്. കഥാസന്ദർഭം ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? അല്ലേ? ഭീമനും പാഞ്ചാലിയും കൂടെ എവിടാണ്? ഗന്ധമാദന പർവ്വതത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതിന്റെ അവിടെ താമസിക്കുന്ന സമയത്ത് കാട്ടിൽ നിന്ന് പറന്ന് ഒരു സൗഗന്ധിക പൂ നമ്മുടെ പാഞ്ചാലിയുടെ കയ്യിൽ കിട്ടുന്നു. അപ്പൊ ഇത് കിട്ടി ഈ പൂവിന്റെ ഭംഗിയും മണവും എല്ലാം ആസ്വദിച്ചപ്പോൾ പാഞ്ചാലി എന്ത് പറയുന്നു? എനിക്ക് ഇനിയും ഇതുപോലുള്ള പൂ വേണമെന്ന് തന്റെ ഭർത്താവായ ഭീമനോട് പറയുന്നു. അപ്പൊ ഇത് കേട്ട് ഭീമൻ എന്ത് ചെയ്യുന്നു? ആ പൂ പറിക്കാൻ പോകുന്നു, കാട്ടിലേക്ക് പോകുന്നു. അപ്പൊ കാട്ടിലേക്ക് പോകുന്ന കാട്ടിലേക്ക് കയറിയ സമയത്ത് കുറെ കാര്യങ്ങള് ഭീമൻ ഇങ്ങനെ കാണുന്നു. അതാണ് അതിന്റെ കുറച്ച് വരികളാണ് നമുക്ക് ഇനി ഇവിടെ പഠിക്കാൻ തന്നേക്കുന്നത്. ടീച്ചർ ആദ്യം ഒന്ന് ആ ഒരു കുറച്ച് വരികൾ ടീച്ചർ ഒന്ന് പാടിത്തരാം. നോക്കിക്കേ. ഓട്ടംതുള്ളല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു വരി, ഓട്ടംതുള്ളലിന്റെ ആ ഒരു ഈണം അല്ലെങ്കിൽ ആ ഒരു ഓട്ടംതുള്ളലിന്റെ കലാരൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിലൊരു പ്രത്യേക ഈണത്തിലൊക്കെയാണ് ആ ഓട്ടംതുള്ളല് അവതരിപ്പിക്കുന്നത്. നോക്കിക്കേ. ചട്ടക വിക്രമം കൊണ്ട് പുകഴ്ത്തുന്ന കാട്ടാളരാജനും കൂട്ടരും ഒക്കവേ വേട്ടയ്ക്കു കോപ്പുകൾ കൂട്ടി പുറപ്പെട്ടു കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ. ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂകണത്തെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ അഞ്ജന പർവ്വതം പോലെ ശരീരവും ഭുജാബലം കൊണ്ട് കോത്തുള്ള മാലകൾ കുഞ്ചരന്മാരുടെ കുംഭകണങ്ങളെ ഭഞ്ജനം ചെയ്തതിൽപ്പെട്ട മുത്തുകൾ അഞ്ജസ കുത്തി തുളച്ചു കോത്തങ്ങനെ സഞ്ജാതമായുള്ള മാലാകലാപവും മഞ്ഞക്കുറികളും മായൂരപിച്ചവും മഞ്ചാരിമാലയും മാറിൽ പലതരം ഉച്ചത്തിലുള്ളൊരു കണ്ഠനാദങ്ങളും മെച്ചത്തിലുള്ളൊരു വീര്യഭാവങ്ങളും കച്ച കെട്ടിച്ചില പൊങ്ങലും മാറുമിട്ടത്യന്തഘോഷമാവേശം ഭയങ്കരം. അപ്പം ടീച്ചർ അറിയാവുന്ന ഈണത്തില് ടീച്ചർ പാടി. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലോണം പാടാൻ അറിയാല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പാടി ടീച്ചറിന് അയച്ചു തരാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ കവിത നോക്കാം. നോക്കിക്കേ. ചട്ടക വിക്രമം കൊണ്ട് പുകഴ്ത്തുന്ന കാട്ടാള രാജനും കൂട്ടരും ഒക്കവേ വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടി പുറപ്പെട്ടു കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ. അപ്പൊ എന്താണ്? ഭീമൻ ഇങ്ങനെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പൂ അല്ലെ, കല്യാണ സൗഗന്ധികം ആ പുഷ്പം പറിക്കാനായിട്ട് വനത്തിനുള്ളിലേക്ക് കടന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? കാട്ടാള രാജനും കൂട്ടരും ഇല്ലേ, അവിടെയുള്ള ആ കാട്ടിലെ ആളുകൾ, കാട്ടാള രാജനും അദ്ദേഹത്തിന്റെ കൂട്ടരും എന്ത് ചെയ്യുന്നു? വേട്ടയ്ക്ക് പുറപ്പെടുകയാണ് ഇല്ലേ. ആ ഒരു എന്താണ് പരാക്രമികളായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ള പരാക്രമശാലികളായിട്ടുള്ള കാട്ടാള രാജനും കൂട്ടരും തന്റെ സാധനങ്ങളെല്ലാം, അവരുടെ വേട്ടയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഒരുക്കിയിട്ട് ഇല്ലേ കൂട്ടിയിട്ട് വേട്ടയ്ക്ക് പുറപ്പെടുന്ന ആ രംഗമാണ് കാട്ടിലേക്ക് കയറിയപ്പോൾ നമ്മുടെ ആര് കാണുന്നത്? ഭീമൻ കാണുന്നത്. എന്താണ് ടീച്ചറിന്? ചട്ടക വിക്രമം കൊണ്ടു പുകഴ്ത്തുന്ന കാട്ടാള രാജനും കൂട്ടരും ഒക്കവേ വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടി പുറപ്പെട്ടു കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ. ഇങ്ങനെ പൂ പറിക്കാൻ കാട്ടിലേക്ക് കടന്നപ്പോഴത്തേക്കും എന്താണ് ഭീമൻ കാണുന്നത്? നമ്മുടെ കാട്ടാള രാജനും അദ്ദേഹത്തിന്റെ കൂട്ടരും അല്ലേ, കൂടെ ഉള്ളവരും വേട്ടയ്ക്ക് സാധനങ്ങളെല്ലാം ഇങ്ങനെ എന്താണ് ഒരു കൂട്ടിയിട്ട് വേട്ടയ്ക്ക് പുറപ്പെടുന്നു. അത് നോക്കി. ചട്ടക വിക്രമം അല്ലെ, എന്താണ് ഭയങ്കരമായ വിക്രമം, അതായത് പരാക്രമശാലികളായിട്ട് അല്ലേ അക്രമം കാണിക്കുന്ന ആ കാട്ടാള രാജനും കൂട്ടരും അവരുടെ സാധനങ്ങളെല്ലാം കൂടെ ഒരു കൂട്ടി വേട്ടയ്ക്ക് പുറപ്പെടുന്നതാണ് നമ്മുടെ ഭീമൻ കാണുന്നത്. മൃഗോദരൻ എന്ന് വെച്ചാൽ എന്ത് മക്കളർത്ഥം? ഭീമൻ. അപ്പൊ ഭീമൻ കാണുന്ന കാഴ്ചയാണ് ഇനി ഇത്രയും പറഞ്ഞത്. പിന്നെ നമ്മൾ ആ ഒരു കാട്ടാള രാജന്റെ കൂട്ടരുടെയും വേഷവിധാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കേ. ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും. ഇപ്പൊ എന്താണ്? ചെമ്പരത്തിപ്പൂ കണക്കിയ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ അഞ്ജന പർവ്വതം പോലെ ശരീരവും. ഇപ്പൊ എന്താ പറയുന്നത്?
എങ്ങനത്തുള്ളതാണ്? ചെമ്പിച്ച താടിയും മീശയും കേശവും അല്ലേ, മുടിയും താടിയെല്ലാം ചെമ്പിച്ചിരിക്കുന്നു. വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും, അവരുടെ ആ ഒരു തടിച്ച അല്ലെങ്കിൽ ആ ഒരു അത്രയും എന്താണ് ശക്തിയുള്ള ആ കൈകളിൽ എന്താണ്? വില്ലും ശരങ്ങളും. ചെമ്പരത്തിപ്പൂ കണക്കിയ നേത്രങ്ങളും. ചെമ്പരത്തിപ്പൂ കണക്കിയ നേത്രങ്ങൾ എന്ന് പറയാൻ എന്താ കാരണം? കണ്ണുകൾ നല്ല ചുമന്ന് അല്ലേ, ചെമ്പരത്തിപ്പൂ ചുമന്ന് ചെമ്പരത്തിപ്പൂ പോലെ ഇങ്ങനെ കണ്ണുകൾ രണ്ടും ചുമന്നിരിക്കുന്നു. അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ. പല്ലുകൾ എങ്ങനെയാണ് അല്ലേ, ചന്ദ്രകല പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അവരുടെ പല്ലുകൾ. അഞ്ജന പർവ്വതം പോലെ ശരീരവും. എങ്ങനത്തെയാണ് ശരീരം? കറുത്ത പർവ്വതം പോലുള്ളതാണ് ഈ കാട്ടാള രാജന്മാരുടെ ശരീരം. അപ്പൊ എന്തൊക്കെയാ ടീച്ചർ പറഞ്ഞത്? എങ്ങനത്തെ ആ രൂപം എന്ന് പറഞ്ഞേ? കാട്ടാളന്മാരുടെ രൂപം എന്ത് ടീച്ചർ പറഞ്ഞത്? ചെമ്പിച്ച താടിയും മീശയും കേശവും അല്ലേ, മുടിയും താടിയും എല്ലാം ചെമ്പിച്ചിരിക്കുന്നു. പിന്നെന്താ? വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും. അവരുടെ ആ ഒരു കനത്ത ദൃഢതയുള്ള കൈകളില് അമ്പും വില്ലൊക്കെ ഉണ്ട്. ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും, നല്ല ചുമന്നു തുടുത്ത നേത്രങ്ങൾ, കണ്ണുകള്. അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ. പല്ലുകൾ എങ്ങനെ ഇരിക്കുന്നു അല്ലെ? അമ്പിളി ചന്ദ്രകല പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പല്ലുകളാണ്. അഞ്ജന പർവ്വതം പോലെ ശരീരവും. ശരീരം എങ്ങനത്തെയാണ് അല്ലെ? കറുത്ത പർവ്വതം കണ്ട കണക്കുള്ളതാണ് ഈ കാട്ടാള രാജന്മാരുടെ ശരീരവും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? അടുത്ത വരിലോട്ട് പോട്ടെ. ഗുഞ്ചാഫലം കൊണ്ട് കോർത്തുള്ള മാലകൾ കുഞ്ചരന്മാരുടെ കുംഭഘടങ്ങളെ ഭഞ്ജനം ചെയ്തങ്ങ് അതിൽപ്പെട്ട മുത്തുകൾ അഞ്ജസ കുത്തി തുളച്ചു കോർത്തങ്ങനെ സഞ്ജാതമായുള്ള മാലാകലാപവും മഞ്ഞക്കുറികളും മായുള്ള വിച്ചവും മഞ്ചാടി മാലയും മാറിൽ പലതരം. എന്തൊക്കെയാ പറയുന്നത്? നമ്മള് ശരീരം എങ്ങനെയാന്ന് പറഞ്ഞു ഇല്ലേ? കറുത്ത പർവ്വതം പോലെയുള്ള ശരീരമാണെന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് എന്താണ്? ഗുഞ്ചാഫലം കൊണ്ട് കോർത്തുള്ള മാലകൾ. ഗുഞ്ചാഫലം കൊണ്ട് കോർത്ത മാലകൾ എന്ത് ചെയ്യുന്നു? ആ കുഞ്ചരന്മാരുടെ കുംഭകരങ്ങൾ, അതെന്താണ്? ആനയുടെ പോലുള്ള ആ ഒരു വയറാണ് ഇവിടെ പറയുന്നത്, കുംഭ. ആനയുടെ പോലുള്ള ആ വയറുള്ള ആ ഒരു കാട്ടാളന്മാരുടെ വയറ്റിനുള്ളിലേക്ക് കയറിപ്പോകുന്ന രീതിയിൽ എന്താണ് അവരുടെ ആ ഒരു ഗുഞ്ചഫലം കൊണ്ട് കോർത്തുള്ള മാലകൾ. അത് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? അവരുടെ വയറ് തുളച്ച് അതിന്റെ അകത്തോട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് തോന്നും ആ മാലകൾ. മഞ്ഞക്കുറികളും മായൂര പിച്ചവും മഞ്ചാടി മാലയും മാറിൽ പലതരം ഉച്ചത്തിലുള്ളൊരു കണ്ണനാദങ്ങളും മെച്ചത്തിലുള്ളൊരു വീര്യഭാവങ്ങളും കച്ചകെട്ടി ചില തൊങ്ങലും വാലും ഇട്ട് അത്യന്ത ഘോഷമാ വേഷം ഭയങ്കര. ഇപ്പൊ എന്താണ് അല്ലേ? മഞ്ഞക്കുറികളും മായൂര പിച്ചവും. മായൂര പിച്ചം എന്ന് വെച്ചാൽ നമ്മുടെ മയിൽപ്പീലി. അവർ എന്ത് ചെയ്യുന്നു? മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ ആ ഒരു നമ്മളെ ടെക്സ്റ്റിലെ പടം കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? മയിൽപ്പീലിയെ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്ത് ഒരു തലയിലൊക്കെ ഇങ്ങനെ ഒരു കീടം പോലത്തെ മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ വെച്ച് ഇതെന്താണ് ഒരു തൊങ്ങലിലെ ഹമ്പും വില്ലൊക്കെ ഇങ്ങനെ തോളിൽ കൂടെ ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടിയിട്ടു. അതിനുശേഷം ഇലയൊക്കെ അങ്ങനെ വെച്ചിട്ട് എന്താണ് കേട്ടാ കച്ച കെട്ടിച്ചില്ല തൊങ്ങലും വാറുമിട്ട് അത്യന്ത ഘോഷമാ വേഷം ഭയങ്കരം. അതായത് അവരുടെ ബാക്കിലൊക്കെ കുറച്ച് ഈ ഒരു അമ്പും വില്ലിന്റെയൊക്കെ തൂക്കിയിട്ട് ഇല പോലൊക്കെയുള്ള സാധനമൊക്കെ ഇങ്ങനെ ചുറ്റി ഇല്ലേ? അവരുടെ ആ വേഷം കാണുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഭയങ്കരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞത്? അവരുടെ ഒരു ഗുഞ്ചാഫലം കൊണ്ട് കോർത്തുള്ള മാലകൾ. അവരുടെ മാലകൾ കണ്ടാൽ എന്ത് ചെയ്യും? ആ ഒരു ആനയുടെ കുംഭം പോലുള്ള അവരുടെ ആ വയറിന്റെ അകത്ത് തുളച്ചു കയറി പോകുന്ന രീതിയിലുള്ള ആ ഒരു മാലകളും, അതുപോലെ തന്നെ എന്താണ് മഞ്ചാടി മാലയും ഒരു മഞ്ചാടി കൊണ്ടുള്ള മാലകൾ കോർത്തിട്ടേക്കുന്നു. പിന്നെന്താണ് ഉച്ചത്തിലുള്ള ഒരു കണ്ഠനാദങ്ങളും മെച്ചത്തിലുള്ള ഒരു വീര്യഭാവങ്ങളും. അവരുടെ ഈ ഒരു ഉച്ചത്തിലുള്ള ഒരു ശബ്ദവും ഇല്ലേ ഭയങ്കര ഗാംഭീര്യത്തോടുള്ള ശബ്ദവും അവരുടെ ഈ എന്താണ് മൊത്തത്തിലുള്ള ഒരു വേഷവിധാനങ്ങൾ എല്ലാം കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? ഒരു ഭയം തോന്നുന്നു അല്ലെ? ആ രീതിയിലുള്ളതാണ് അവരുടെ ആ വേഷവിധാനം എന്ന് പറയുന്നത്, അവരുടെ ആ ശൈലി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എന്താ പറഞ്ഞത്? ചട്ടക വിക്രമം കൊണ്ട് പുകഴ്ത്തുന്ന കാട്ടാള രാജനും കൂട്ടരും ഒക്കവേ വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടി പുറപ്പെട്ടു കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ. എന്താണ് ഇങ്ങനെ ഭീമൻ ആ ഒരു കല്യാണ സൗകര്യം കൂടി വനത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലേ വനത്തിനുള്ളിൽ കണ്ട കുറെ കാട്ടാള രാജന്മാരെയും കൂട്ടരെയും കാണുന്നു. അപ്പൊ അവരുടെ ആ ഒരു വേഷവിധാനങ്ങളും അവരുടെ രീതിയും ഒക്കെയാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു വരികളിൽ കാണുന്നത്. അങ്ങനെ കാട്ടിലേക്ക് വരുന്ന സമയത്ത് കാട്ടാള രാജനും തന്റെ കൂട്ടരും വേട്ടക്കാട്ടിലെ ഭയങ്കര പരാക്രമശാലികളായിട്ടുള്ള കാട്ടാള രാജനും കൂട്ടരും വേട്ടയ്ക്ക് സാധനങ്ങൾ ഒരു കൂട്ടി പോകാനിറങ്ങുന്ന കാഴ്ചയാണ് ഭീമൻ കാണുന്നത്. അപ്പൊ അവരുടെ വേഷം എങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ചെമ്പിച്ച താടിയും വീശയും എല്ലാം ചെമ്പിച്ചിരിക്കുകയാണ്. പിന്നെന്താണ് അവരുടെ ഭയങ്കര ശക്തിയുള്ള കരങ്ങളില് വില്ലും ശരങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണുകൾ രണ്ടും എന്താണ് ചെമ്പരത്തിപ്പൂ പോലെ ഇങ്ങനെ ചുമന്ന് തുടുത്തിരിക്കുന്നു. അമ്പിളികൾ അല്ലെ ചന്ദ്രക്കല പോലെ വളഞ്ഞ പല്ലുകള്,
അതുപോലെ തന്നെ എന്താണ് പർവ്വതം പോലെ കറുത്ത ശരീരവും, പിന്നെന്താ അവളുടെ കുഞ്ചാഫലം കൊണ്ട് തീർത്ത ആ മാലകള് ലാനയുടെ പോലുള്ള ആ ഒരു കുംഭതടങ്ങൾ എന്താണ് കുത്തി കയറുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മഞ്ചാടി മാല അവർ അണിഞ്ഞിട്ടുണ്ട്. പിന്നെന്ത് ചെയ്യുന്നു, മയിൽപ്പീലി കൊണ്ട് കീടം പോലുള്ള ഒരെണ്ണം വെച്ചേക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് ഇല്ലേ വാല് പോലൊക്കെ ഈ അമ്പും വില്ലിന്റെ ചരങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു. പിന്നെന്താണ് അങ്ങനെ പല അവരുടെ ആ ഒരു ഉച്ചത്തിലുള്ള ശബ്ദവും അവരുടെ ആ ഒരു ഗാംഭീര്യവും ഇല്ലേ അവരുടെ വേഷവിധാനങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് എന്തോന്നും ഒരു ഭയങ്കരമായിട്ട് തോന്നുന്നു. കാര്യങ്ങൾ മനസ്സിലായോ? നമുക്കിന്ന് ഇത്രയും മതി. നമ്മൾ ഈ വരികളുടെ അർത്ഥം എന്താന്ന് നോക്കിയില്ലേ? നോക്കി. അപ്പൊ നിങ്ങൾ എന്തിനാണെന്ന് അറിയാമോ, ആദ്യത്തെ ചട്ടക വിക്രമം കൊണ്ട് പുകഴ്ത്തുന്ന അവിടെ മുതല് ഈ അഞ്ജന പർവ്വതം പോലെ ശരീരവും അവിടെ വേണ്ടല്ലോ. ആ അത്രയും വരികൾ 9 വരികൾ നിങ്ങൾ കാണാതെ പഠിക്കണം. പഠിച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്യണം, വോയിസ് മെസ്സേജ് അയച്ചു തരണം. ചെയ്യില്ലേ നിങ്ങൾ അത് വോയിസ് മെസ്സേജ് ഇങ്ങനെ ഇടുമ്പോ എന്താണ് നിങ്ങളുടേതായ ഈണത്തിൽ പാടി ടീച്ചറിന് ഇട്ട് തരണം കേട്ടോ. എന്ത് ചെയ്യണം, ആ ചട്ടക വിക്രമം കൊണ്ട് പോകുന്ന അവിടെ മുതല് അഞ്ജന പർവ്വതം പോലെ ശരീരം അവിടം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ പഠിച്ചിട്ട് ടീച്ചറിന് വോയിസ് മെസ്സേജ് ഇട്ട് തരണം. ഇടുന്ന സമയത്ത് നിങ്ങളുടേതായ ഈണത്തിൽ അത് പാടി ടീച്ചറിന് അയച്ചു തരണം. ടീച്ചർ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിരുവോണം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചായിരുന്നു. അപ്പൊ അതിന്റെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയപ്പം നമ്മൾ ഉത്തരം എഴുതുകയിൽ ഒരു 9 ക്വസ്റ്റ്യൻ പഠിച്ചില്ലായിരുന്നോ? ഏതൊക്കെയാ? 1 ഓണാഘോഷ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത്? 2 കലാഭംഗിയോട് കൂടിയ പൂക്കളം ഇടുന്നതിന്റെ ലക്ഷ്യം എന്ത്? 3 തൃക്കാക്കരയപ്പനെ വഹിക്കുന്നത് എന്ന്, എന്താണ് ചടങ്ങുകൾ? 4 തൃക്കാക്കരയപ്പനെ എപ്പോഴെല്ലാം പൂജിക്കണം, ആര് പൂജിക്കണം? 5 പൂ വിളിക്കുക എന്നാൽ എന്ത്? 6 വില്ലുകൊട്ടൽ ഓണാഘോഷ ചടങ്ങുകളിൽ ഒന്നായത് എങ്ങനെ? 7 ഓണാഘോഷത്തിന്റെ ഐതിഹ്യത്തിന്റെ ഉത്ഭവം എവിടെ എന്ന്? 8 ഓണം കേറാമൂല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? 9 തിരുവോണം എന്ന മഹോത്സവം എന്തിന്റെ പ്രതീകമാണ്? അപ്പൊ ഈ 9 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അതിന്റെ ആൻസർ നമ്മൾ നോക്കിയായിരുന്നു. ടീച്ചർ പറഞ്ഞു തന്നില്ലേ ആൻസർ? അപ്പൊ ഈ 9 ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ അല്ലേ, അത് ടീച്ചർ ഈ വീഡിയോയുടെ ബാക്കിൽ അതിന്റെ ആൻസർ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ അത് എഴുതി എടുക്കണം. ഇത് ടീച്ചറിനെ അയച്ചു തരണം. നോട്ട്സ് ചെയ്ത് ടീച്ചറിനെ അയച്ചു തരിക. വോയിസ് മെസ്സേജും ടീച്ചറിന് ഇട്ട് തരണം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നിർത്തിയാലോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.